നമ്മുടെയൊക്കെ നാട്ടില് അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് സ്നേഹം ഞാൻ കയ്യിൽ തരാം വായിൽ കുടിച്ചോ എന്നൊന്നും ആരും പറഞ്ഞിതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അതൊക്കെ അനാവശ്യ വർത്തമാനങ്ങളാണെന്നും എന്തു കുടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇന്ന് തലച്ചോറുള്ളവന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോ എടി പോടി എന്നൊന്നും തലച്ചോറുള്ളവരെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ വിളിക്കാറില്ല. അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞ് തലവേദന ഏറ്റുവാങ്ങിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനിനി കെട്ടിയാലും കടി മൂത്താൽ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും ഇടയ്ക്കിടയ്ക്ക് എന്നൊന്നും അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് മകനെ പോലെ കരുതുന്ന ഒരു യുവാവ് സംസാരിച്ച് ഇന്നേ വരെ നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പൊ അത്രയും വോയിസുകൾ ലീക്കായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതാണ്ട് 80% ആളുകൾ അത് കേട്ടിട്ട് പോലും ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റുന്നത് പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ടാണോ കാക്ക? ശരി, എന്തായിരുന്നാലും 60 വയസ്സുള്ള സ്ത്രീയെ ലക്ഷങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചു, ഒരുപാട് പറ്റിക്കുകയും ചെയ്തു. വീണ്ടും 10 ലക്ഷം കൂടി ചോദിക്കുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇവൻ സമ്പന്നനാണ്. ഇവന്റെ ഉമ്മയും ഇവന്റെ ഭാര്യയും ഇവനുമൊക്കെ ഒരുപാട് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി. താലി വാങ്ങാൻ പോലും പണമില്ലാതെ മറ്റൊരു സ്ത്രീയെ ചതിച്ചും പറ്റിച്ചും ലൈംഗികമായി ചൂഷണം ചെയ്തും പണമുണ്ടാക്കി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ കൊണ്ടിട്ട് താലിയാക്കുമ്പോൾ എന്ത് രൂപത്തിലുള്ള ജെന്യൂനിറ്റിയാണ്! എല്ലാം പുസ്തകം പറഞ്ഞതുപോലെ കാക്ക ചെയ്യൂ. എന്തായിരുന്നാലും കാക്കയ്ക്കൊരു ട്രോളുമായിട്ടൊരു ചേച്ചി കണ്ടില്ലേ ബീഫിനെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന കണ്ടപ്പോ ഷിയാസേ ദൈവം ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ? അപ്പൊ എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ, ആ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഇവൻ പീഡിപ്പിച്ചോ എന്ന് പറയുന്നില്ലേ, ആ പുള്ളിക്കാരി ബീഫ് കഴിക്കുന്നതായിരിക്കും ചിലപ്പോ. അതാണിപ്പോ ഇത്രയും വർഷം ആയ സംഭവങ്ങളും എല്ലാം അവള് കുത്തിപ്പോ അവൾക്ക് സഹിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവൾക്കത് സഹിക്കാണ്ടിരുന്നപ്പോ അവളത് എടുത്തിട്ട് അലക്കിയതാണ്. ഷിയാസ, ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, ഒരിക്കലും മാറ്റി പറയരുത്. അതാണ് എപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് BJP-കാർ പറഞ്ഞാൽ അത് പിന്നെ അതങ്ങനെ മാറ്റി പറയണ്ട. അപ്പൊ ഞാൻ പരാതി കൊടുത്തവളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം കേട്ടോ, മാറ്റി പറയരുത്. അല്ലേ? നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഷിയാസ്. എത്രാമത്തെ ഉണ്ടാ? ഇനി എത്രണ്ണം വരാൻ കിടക്കണം? നീ ആ ഫ്ലവേഴ്സ് ചാനലിൽ ആ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് എഴുകുമ്പോ ഞാൻ മുമ്പേ വിചാരിച്ചാണ്. ഇപ്പൊ നീ BJP-നെ കുറ്റം പറഞ്ഞപ്പോഴല്ല, മുമ്പേ വിചാരിച്ചതാണ്. അനുമോൾ പോലുള്ളവരുടെ ഇടയിൽ കിടന്ന് എഴുകുണ്ടായിരുന്നില്ലേ, അപ്പോഴേ വിചാരിച്ചതാണ്. ഇനി എത്രണ്ണം വരും? മനസ്സിലായില്ലേ? കിട്ടിയില്ലേ? പണി വന്നില്ലേ? ഉറച്ചു നിൽക്കൂ, നിലപാടിൽ ഉറച്ചു നിൽക്കൂ. ഇതില് വളരെ രസകരമായ ഒരു കമന്റ് വന്നിട്ടുണ്ട്. അത് കാണാതെ പോകാൻ പറ്റില്ല കേട്ടോ. ആണുങ്ങൾ വിളിക്കുമ്പോൾ തുണി പൊക്കി കാണിക്കാൻ കുറെ കൂതറ പെണ്ണുങ്ങൾ, കാശ് അങ്ങോട്ട് കൊടുത്ത് എന്താ പറയാ, അവസാനം അവൻ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞു മോങ്ങും. നല്ലവളാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ നടന്നത് സമ്മതപ്രകാരമല്ലേ? ഇത് ഒഫൻസ് അല്ല എന്ന് കോടതി പറഞ്ഞ കാര്യവുമാണ്. രാഹുൽ, ഒന്ന് കിട്ടാൻ കാത്തു നിൽക്കാണ് തള്ള, നീ ചെന്ന് കേറിക്കൊട. ജിഹാദികളിൽ നിന്നും അകലം പാലിച്ചാൽ മാന്യമായിരിക്കും. ബീഫ് കഴിക്കുന്നതിനെ ഒന്നും വിമർശിക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ഇന്ത്യയാണ്. ഒട്ടുമിക്കവാറും ഹിന്ദുക്കളും ഈ തലമുറയിൽപ്പെട്ടവർ ബീഫ് കഴിക്കും. പിന്നെ ഈ പറഞ്ഞ ഷിയാസ് ഇതിനു മുമ്പും പീഡന കേസിൽ പ്രതിയായിരുന്നു. ഇവന്റെ കൂടെ വർഷങ്ങൾ കിടന്നു സുഖിച്ചിട്ട് കയ്യിലിരുന്ന പണവും സ്വർണവും എല്ലാം വാരിക്കൊടുത്തിട്ട് അവസാനം അത് പീഡന പരാതിയായി മാറി. ഞാനൊന്നും ഇവന്റെ ബീഫ് കഴിക്കലിനെ ഒന്നും അല്ല പറഞ്ഞത്. ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഇവൻ പറഞ്ഞത് കിതാബ് പറഞ്ഞത് കൊണ്ട് കഴിക്കില്ല എന്നാ. അതായത് മറ്റെല്ലാ കാര്യങ്ങളും അവൻ കിതാബ് പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് എന്നല്ലേ. അടുത്തത് ആ ഷിയാസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പറഞ്ഞിരുന്നത്. അവനെ പെണ്ണുമ്പിളെ അറിയത്തില്ല, അവൻ അങ്ങോട്ടാ കാശ് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്തുമായി? ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോഴത്തേക്ക് ചെയ്തതെല്ലാം അവൻ. പിന്നെ ഇവന്റെ വർഗത്തെയും ജീവിതത്തെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ബീഫിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അറിയാം അവന്റെ കാര്യം പോക്കാണ്. ഇവൻ ഷിയാസ് കരീമല്ല, ഷിയാസ് കരിമീനാണ്. ഇവന്റെയൊക്കെ അരമുറി മൊത്തം വെട്ടണം, എന്നാലേ ഇവനൊക്കെ ശരിയാവുള്ളൂ. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇപ്പൊ എന്തായാലും ശരിക്കും റീച്ചായി.
ചേച്ചിയുടെ അനുഭവം വെച്ചിട്ടാണ് ചേച്ചി പറഞ്ഞത്. ഇനി അവരെ പൊങ്കാല ഇടാനൊന്നും പോകണ്ട. ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ ഒരു വർഗത്തെ മൊത്തവും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. ഇനിയിപ്പോ ഷിയാസ് കരീം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ പറയാം, അവന്റെ വർഗത്തെ മൊത്തം വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാൻ എന്തോ ചിലപ്പോൾ അവർക്ക് ഒരുപാട് പേരുടെ അനുഭവം ഉണ്ടാകും, അറിയില്ല. എന്തായിരുന്നാലും ഇതിനകത്തേക്ക് ആ വർഗത്തെ മുഴുവനും വലിച്ചിഴയ്ക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല, കിതാബ് പറഞ്ഞ കാര്യം മാത്രം ചെയ്യുകയും കിതാബ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്ത് കിതാബിനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ആകാതെ പറ്റുമോ? ഇതുകൂടി ഒന്ന് കണ്ടോ. നഗ്ന ദൃശ്യം പോൺ സൈറ്റുകൾക്ക് നൽകുമെന്ന് ഭീഷണി, 65 ലക്ഷം തട്ടി ഷിയാസിനെതിരെ യുവതി. ഇതുപോലെ എത്ര 60 വയസ്സുള്ള ആന്റിമാർ, അമേരിക്കയിലുള്ള അനിത ഇബ്രഹാം തൊട്ട് ആരുടെയൊക്കെ ഷുഗർ ബേബി ആയിരുന്നു ഈ മോൻ. കയ്യിൽ 10 പുത്തനുള്ള സ്ത്രീകളെ വലവീശി പിടിക്കലും സുഖിക്കലും പത്രാസ് കാണിക്കലുമാണ് ആശാന്റെ ഹോബി. കയ്യിലുള്ളതുപോലെ ജീവിക്കണം. അവന്റെ ഉമ്മയ്ക്കും വീട്ടുകാർക്കുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എന്തുകൊണ്ടാണ് വേശ്യ എന്ന് വിളിക്കുന്നില്ല. ഇവനെയും ന്യായീകരിക്കാൻ ആളുണ്ട് എന്നതാണ് 2016 സിയാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് കരണം അടിച്ചു പുകച്ചതാണ് ഞാൻ. ഇനി കാക്കയുടെ കുറച്ച് ഒലിപ്പീര് കേൾക്കാം. ബാക്കി നമുക്ക് സംസാരിക്കാം. നീ ആരാന്ന് എനിക്കറിയാലോ, പിന്നെ നീ ചുമ്മാ മോന്തക്കിട്ട് അടിക്കട്ടോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. എനിക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാം. ഇക്കുന്നൊക്കെ പുറത്ത് ചാടിന് മുമ്പ് വിളിച്ച് വിളിക്കണേട്ടാ. ഓക്കെ, ഷിയൊന്നുമില്ല, ഷിയോ. എന്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് നല്ലതായിട്ടും അത് അതിനിടെ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്ര. ഞാനൊന്നുമില്ല, അത് ഒഴിവാക്കണതിന് അത് നിന്നെ ഭയങ്കര കാര്യമാണ്. സ്വന്തം ഉമ്മാനെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. നീ മഹറൊന്നും പറയണ്ട. നീ ഒരു 10 ലക്ഷം രൂപ നീ എനിക്കാന്ന് പറയണ്ട, ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ എന്നാണ് ചെയ്യും. അത് ജിമ്മ എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയില് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം, ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം. ഓക്കെയല്ല മോനെ, ഇന്നലെ നിന്റെ കൊണേണ്ടി കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ തക്കടത്തരുടെ പരിപാടി ഇതിനകത്ത് കാണുമെന്ന്. അതല്ല, വോയിസ് ക്ലിപ്പ് മൊത്തം കേട്ടിട്ടുണ്ട്, എല്ലാവരും ആൾക്കാർ കിളി പോയിട്ടുണ്ട്. ഇമ്മാതിരി പരിപാടിയൊക്കെയാണ് മോന്റെ കയ്യിൽ ഇരിക്കുന്നത്, എന്നിട്ടാണ് ബാക്കിയുള്ളവരെ പോയിട്ട് കുറ്റം പറയുന്നത് അല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് പിന്നെ ഇത് എത്രത്തേക്ക് പോകാനാണ് കേസ്? ഇവനീ കൂടായ്പാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഇവനെല്ലാം ചെയ്തിട്ട് ആ വോയിസിനകത്ത് ഇൻഷാല്ല ഇങ്ങനെ പറയാൻ നിനക്ക് ഒരു ഉളിപ്പില്ലടേ. ഇമാതിരി ഒരു തെണ്ടിത്തരം ഉമ്മാടെ പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ വിളിക്കണത്? ഇടീ ബോഡി എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത് അവര്. ഇമാതിരിയുള്ള വോയിസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വോയിസ് അല്ല, എന്റെ വോയിസ് ക്ലിപ്പ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നീ പണ്ടേ ഉടായ്പാണെന്ന് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നീ പിന്നെ ദുബായിൽ നിന്ന് വന്നിട്ട് പിന്നെ നിനക്ക് ലുക്കൗട്ട് നോട്ടീസോ എന്തൊക്കെ പരിപാടി ഉണ്ടായത് അതൊക്കെ ഒന്ന് ഒതുക്കി തീർന്ന് പിന്നെ നീ കല്യാണം കഴിച്ചിട്ട് അന്നേരം എന്തോ അലിഗേഷൻസ് വന്നു. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ അതിന്റെ അലിഗേഷൻസിലുണ്ടായിരുന്നു. എവിടെ ഉണ്ടല്ലോ നീ? വല്ലാത്ത ജാതി പരിപാടി തന്നെ കേട്ടോ ഷിയാസെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാ ഇനി ആരൊക്കെ മുന്നോട്ട് വരുമെന്ന് തമ്പുരാൻ അറിയാം. ഇതിപ്പോ ജിമ്മിന്റെ എന്തൊക്കെയോ തുടങ്ങണമെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പൈസകൾ ഇപ്പം വേണം, അത് വേണം, 10 ഒരുമിച്ച് വേണം, 10 ഇത് വേണം. എന്തായാലും കൊള്ളാം, വല്ലാത്ത ജാതി സംഭവമാണ് ഇത്. കുറച്ച് കടമൊക്കെ ഒന്നുണ്ടാ. അനിമോൾക്ക് ഒരു 1,40,000 കൊടുക്കാനുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എന്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷിനോടുണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും, അത്ര മതി. നാട്ടിലും നമുക്ക് നീ എന്തിനും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് കുറേ ഇപ്പൊ ഞാൻ എന്താ പറയാ എന്ത് ചെയ്യുന്ന ഇവിടെ വല്ലതും കിട്ടാൻ വേണ്ട, മറ്റാ എന്തിനും പൈസ ഒന്നും കിട്ടാൻ വേണ്ട. ഒരു 1-2 ലക്ഷം രൂപ അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ഏകദേശം ഞങ്ങളുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട് അവളെന്ന് പറഞ്ഞു സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്ക്കാന്ന് പറയും. അപ്പൊ ഞാൻ പറയാം എന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആലോചിച്ചു, അവൾ ബോയ് ഫ്രണ്ടിലും ഉണ്ടാവും ഇടയ്ക്ക് എന്നെ ലവിന്റെ സ്റ്റാറ്റസ് ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പ്രാന്താന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ.
ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കും മാത്രമല്ല അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് യു ഒന്നും അതിൽ ഇടണ്ടെന്നാണ് അധികം. കാര്യം അത് നിന്റെ വില പോകും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. എനിക്ക് എൻ്റെ സുന്ദരി അവൻ ലവ് യു ഒന്നും അതിൽ ഇടണ്ടെന്നാണ് അധികം. കാര്യം അത് നിന്റെ വില പോകും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. എനിക്ക് എൻ്റെ സുന്ദരി അവരെക്കാളൊക്കെ നീ അവന് മെസ്സേജ് വോയിസ് ഇങ്ങനെ എനിക്കൊരു 10 lakh rupees ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, എനിക്ക് മുജീന്ന് അയച്ചു തരൂ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിടാം എന്ന് അവനോട് പറയാം. അവൻ എന്താ പറഞ്ഞു നോക്ക്. ഞാൻ എന്തായാലും ആ 10 ദിവസം ഫ്രീ ആണ്. ഉംറയാണ് അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തന്നെ പോയി ചെയ്യാം ഇൻഷാ അല്ലാഹ്. കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ഓള് ദുബായിൽ ഓള് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ നിന്ന് നേരെ അബുദാബി അങ്ങോട്ട് സൗദിയിലേക്ക് വന്നിട്ട് 10 ദിവസം ഉമ്മയും പരിപാടി വന്നിട്ട് ഇൻഷാ അല്ലാഹ് കൺഫേം. മറ്റേത് അയച്ചായിരുന്നോ? നിനക്കപ്പോൾ എന്നെ വേണ്ടല്ലോ. ആയിക്കോട്ടെ ശരി എന്നാട്ടാ. ഓക്കെ ബൈ. വേഷമൊന്നുമില്ല. കല്യാണത്തിൻ്റെ കാര്യം, പൈസ, മഹർ, അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ഒപ്പം ശരിയാക്കുന്നു. അതല്ലടാ, നിങ്ങളുടെയൊക്കെ നാട്ടില് അതല്ലെങ്കിൽ നിന്റെ സംസ്കാരത്തില് അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ബഹുമാനിക്കുന്നത് വായിൽ കുടിക്കാൻ കൊടുത്തിട്ടാണോടാ ചേട്ടെ? അപ്പൊ ലവ് ഇവൻ സാധാരണഗതിയില് എല്ലാവർക്കും അടിച്ചു വായിൽ കൊടുക്കാറാണ്. അല്ലടാ, ഇത് നിന്റെ പുസ്തകത്തിൽ പറഞ്ഞതാണോ? അല്ല, പുസ്തകത്തിൽ പറഞ്ഞത് മാത്രമേ നീ ചെയ്യത്തുള്ളല്ലോ. നീ ഇവിടെ ആ കിതാബിനെ കൂടി കൊണ്ടുവന്ന് മുഴുവൻ മുസ്ലിങ്ങളെയും അപമാനിക്കുക, വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നീ അതുകൂടി കൊണ്ടുവന്ന് ഇവിടെ വലിച്ചു കീറിയിട്ടത്. ഇപ്പൊ ഇവനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന സാമ്പത്തിക തട്ടിപ്പുകളും ലൈംഗിക ആരോപണ പരാതികളും ചെറുതല്ല. പെണ്ണിനെ കൊല്ലാനും അതല്ലെങ്കിൽ അവളുടെ പണി തീർക്കാനും ഇനിയും അവളുടെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടാനും എല്ലാത്തിനും ഇവൻ കേമനാണ് എന്ന ഭീഷണികളാണ് ഇപ്പൊ പുറത്തു വരുന്ന വോയിസ് ക്ലിപ്പുകളെല്ലാം. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവന്റെ സംസാരങ്ങളെല്ലാം. പണം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എടുക്കുന്ന ഓരോരോ മാർഗങ്ങൾ നോക്കിക്കേ. ഒരു പ്രവാസിയായിട്ടുള്ള യുവതി പണം ഉണ്ടാക്കുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം കസർത്ത് നടത്താനാണോ നോമ്പിന് മുമ്പ് ഒരു ജിമ്മ് തുടങ്ങുന്ന കാര്യം ഇവൻ പറയുന്നത്? അപ്പൊ ജിമ്മ് തുടങ്ങണം. 65 ലക്ഷം രൂപയാണ് ഇവൻ തട്ടിയെടുത്തത് എന്ന ഓഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം. പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി. അപ്പൊ ഇവൻ ഈ മേഖലയിൽ മിടുക്കനല്ലേ? എത്ര പേരെ ഇവൻ പറ്റിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇതൊക്കെ വെറും ടെസ്റ്റ് ഡോസ് മാത്രമല്ലേ? അപ്പൊ ഇവൻ ആ സ്ത്രീയുമായി നടത്തിയ, അതായത് അമ്മയുടെ പ്രായമായ സ്ത്രീയുമായിട്ട് നടത്തിയ എന്തോ വായിൽ കുടിക്കാൻ കൊടുക്കുന്ന വിഷയമൊക്കെ പറഞ്ഞിട്ടുള്ള 18 മിനിറ്റോളം വരുന്ന വോയിസ് ചാറ്റുകളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നോമ്പിന് മുമ്പ് ജിമ്മ് തുടങ്ങാൻ പണം വേണം, അത് അക്കൗണ്ടിൽ അയക്കാതെ കയ്യിൽ തന്നാ മതി, എന്നാലേ വീഡിയോ ഒക്കെ വന്നാ പ്രശ്നമാകത്തില്ലേ? സ്വന്തം വിവാഹ ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ ഓഡിറ്റോറിയത്തിന്റെ വാടക കൊടുക്കാൻ, വധുവിന് ഐഫോൺ വാങ്ങാൻ, ഗിഫ്റ്റ് വാങ്ങാൻ ഈ യുവതിയോട് അവരുമായി കളിച്ചിട്ട് അവരെ പല ഹോട്ടലിലും കൊണ്ടുപോയി ലൈംഗിക ചൂഷണം നടത്തിയിട്ട് അവരോട് പണം വാങ്ങിച്ചിട്ട് മറ്റൊരു പെണ്ണിന് കൊടുക്കാൻ ശ്രമിക്കുക. 65 വാങ്ങി കൊടുത്തു. മരണം വരെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് പണം വാങ്ങാൻ ഷിയാസും മിടുക്കനാണ്. നല്ല തട്ടിപ്പ് പ്രാഗൽഭ്യമുണ്ട് എന്ന് വ്യക്തമല്ലേ? അല്ലേ? ഈ യുവതിക്ക് തന്റെ ഉമ്മയുടെ പ്രായമുണ്ട്, 60 വയസ്സുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കേസാണെന്ന് ഇവന്റെ വോയിസ് അല്ലേ നമ്മൾ കേൾക്കുന്നതല്ല, അല്ലേ? ആ വോയിസ് ചാറ്റിലെ സംസാര രീതിയിൽ നിന്നും ഫോട്ടോകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 45 വയസ്സിൽ കൂടുതൽ ആ സ്ത്രീക്ക് പ്രായമുണ്ടാകാൻ സാധ്യതയില്ല. ഷിയാസ് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന പച്ചക്കള്ളമാണിത്. അതുപോലെ വീഡിയോ ചാറ്റുകളിൽ നിന്നും അനുമോളെയും പറ്റിച്ചു. അനുമോളെയും കാക്ക കൊത്തി. അപ്പൊ ആ കൊച്ചിന്റെ കയ്യിൽ നിന്നും 1.5 ലക്ഷം രൂപ വാങ്ങിയെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് ചോദിച്ചപ്പോൾ അനുമോള് പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്താ? ഒന്നുകിൽ ഷിയാസിനെ സംരക്ഷിക്കാൻ, അതല്ലെങ്കിൽ വിമർശനത്തെ ഭയന്ന്. കാക്ക തന്നെയും കൊത്തി. കാക്ക പറ്റിച്ചു, ചീറ്റ് ചെയ്തു. അത് പബ്ലിക്കിൽ പറയാൻ ഒരു മടി. അത്രയേ ഉള്ളൂ. മുമ്പും കൊച്ചിയിലെ മറ്റൊരു യുവതി ഷിയാസിനെതിരെ സമാനമായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അഖിൽ മാരാർ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സത്യമാണെന്ന് തെളിയുന്നു. അതുകൊണ്ട് അഖിൽ മാരാർ പറഞ്ഞ പ്രസവ കാര്യങ്ങളും ഒന്നും ഞാൻ നോർമലൈസ് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. ഈ വിഷയബന്ധമായിട്ട് ഈ പോയിന്റിനെ മാത്രമാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്.
ഷിയാസ് കരീം ആളുകളെ വൈകാരികമായിട്ട് സ്വാധീനിച്ച് ലിംഗം കാണിച്ച് പണം തട്ടിക്കുന്നതിൽ വിദഗ്ധനാണ് എന്ന് അത്രയും വോയിസുകളിൽ നിന്ന് തന്നെ കേരളം കേട്ട സംഗതിയാണ്. അപ്പോ എങ്ങനെ കാക്ക കിതാബ് കൂടി കയ്യിൽ എടുക്കാമല്ലേ? എന്തായിരുന്നാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഒരു കുഞ്ഞു പ്രൊട്ടക്ഷൻ. നന്ദി.